എന്ത് ചൂടാല്ലേ, ചൂടൊന്നും ഇപ്പോൾ സഹിക്കാൻ പറ്റണില്ല. അത് കാരണം ഞങ്ങൾ ഈവനിങ് ആണ് കേട്ടോ ഇറങ്ങണത്. ഞങ്ങൾ തട്ടുകടയിൽ പോയിട്ട് ഗ്രീൻ പീസ്, മുട്ട, മക്രോണി, മുട്ട, നൂഡിൽസ് ഇതൊക്കെ കഴിക്കാൻ പോവാണ് കേട്ടോ. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു കേട്ടോ. കുട്ടികളെല്ലാവരും കൂടെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും അങ്ങോട്ട് ചാടി കയറി ഇറങ്ങി. പിന്നെ എൻ്റെ ബോബിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ചാടി എണീറ്റ് വരും. അതിനിങ്ങനെ പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇഷ്ടമാണ്. ശരിയല്ലേ, കുറച്ചും കൂടെ പ്രായം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ, അങ്ങനെയൊക്കെ പോയി കഴിക്കാൻ പറ്റുമോ? അപ്പോൾ എന്തൊക്കെയോ ഒരു ചൂട് അസുഖങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഈ സമയത്ത് അങ്ങോട്ട് എൻജോയ് ചെയ്യണേ. പിന്നെ ഈ പിള്ളേരുണ്ടല്ലോ ഭയങ്കര വൈബാണ് കേട്ടോ, സൂപ്പറാണ് ഇവരായിട്ട് പുറത്തു അടി. ഞങ്ങൾ 3 നൂഡിൽസും 2 ഗ്രീൻ പീസും പിന്നെ ബൂസ്റ്റ്, ഹോർലിക്സും ഒക്കെ പറഞ്ഞു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് കഴിക്കാം. കാരണം വീട്ടിലെ ചോറ് ബാക്കിയാവാൻ പാടില്ലല്ലോ. വീട്ടിൽ ചോറുണ്ട് വെച്ചിട്ട് എന്തിനാ ഈ സന്തോഷങ്ങളൊക്കെ വേണ്ടാതിരിക്കണല്ലേ. ഫിനിഷ് ചെയ്തു. ഇങ്ങനെയൊക്കെ സോപ്പിട്ട് പറഞ്ഞാലാണ് ഗൈസ് ഞങ്ങളിവിടെ നല്ല കുട്ടികളാവുക. അത് വേണ്ട, അങ്ങനെ വേണ്ട. അയ്യേ കളഞ്ഞു, വീഡിയോന്റെ കളഞ്ഞു. ഇതെന്താ കഴിച്ച എൻ്റെ ഋതു പറയണ കേട്ടോ, കഴിച്ചിട്ടും തീരണില്ല എന്ന്. അടിപൊളിയാട്ടോ. നമ്മൾ സ്പെഷ്യലായിട്ട് പറയണേ, നല്ല ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സെറ്റാക്കി തരും കേട്ടോ. ബൈ, നിങ്ങൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. സ്ഥിരം അല്ലെങ്കിലും അപ്പോഴെപ്പോഴൊക്കെ ആയിട്ട് വരും കേട്ടോ. പിന്നെ അതിലിത്തിരി കൂടെ സവോള കുറച്ച് കൂട്ടിയിട്ട് തരാൻ പറഞ്ഞാൽ അതും ഇട്ട് തരും കേട്ടോ. അടിപൊളിയാണ്. ഈ ബായനെ കണ്ടപ്പോൾ വളാഞ്ചേരിക്കാർക്കൊക്കെ പിടിയിട്ടിട്ടുണ്ടാവും അല്ലേ, ഇത് എവിടെയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നല്ല മക്രോണി മുട്ട, ഗ്രീൻ പീസ് മുട്ട ഒന്ന് ട്രൈ ചെയ്യും കേട്ടോ. അത് ഞാൻ പറഞ്ഞ പോലെ അവരോട് പറഞ്ഞിട്ട് ചെയ്യണം. ഓക്കെ.